My dear students, today we are going to take a new chapter that is in the third unit, the last chapter in the third unit, entitled The Sacred Turtles of Kantavo. Okay, dear students, ദ റിപ്പബ്ലിക് ഓഫ് ഫിജി ഐലൻഡ് എന്ന് പറയുന്നത് ഒരു മൾട്ടി കൾച്ചറൽ ഐലൻഡാണ് അല്ലേ. ഒരു ഐലൻഡ് നേഷനാണ് ഫിജി എന്ന് പറയുന്നത്. ഒരു ദ്വീപ് സമൂഹമാണ് അവിടെ നടക്കുന്ന ഒരു റിച്വലിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. ആ ഫിജി ഐലൻഡിൽ എത്ര ഐലൻഡ് ഉണ്ട്? ആക്ച്വലി 320 ഐലൻഡ് ഉണ്ട്. 100ഓളം ഐലൻഡുകൾ ജനവാസമുള്ളതാണ്. ബാക്കിയൊന്നിലും എന്തില്ല, ജനവാസം ഇല്ല എന്നാണ് പറയുന്നത്. ആ 100 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐലൻഡാണ് കൻറ്റാവു എന്ന് പറയുന്ന ഐലൻഡ്. കടവു എന്നാണ് ഇത്, പക്ഷേ എന്ത് വായിക്കണം എന്ന് പറയുന്നത് കൻറ്റാവു കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരു പ്രത്യേക റിച്വലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ടോപ്പിക്ക് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കൻറ്റാവു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ലുക്ക് അറ്റ് ദി ടോപ്പിക്. ഫസ്റ്റ് പാരഗ്രാഫ്. ഓൺ ദ ഐലൻഡ് ഓഫ് കൻറ്റാവു, വൺ ഓഫ് ദി ലാർജർ ഐലൻഡ് ഓഫ് ഫിജി ഗ്രൂപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഐലൻഡാണ് കൻറ്റാവു ഐലൻഡ്. ആൻഡ് സം 50 മൈൽസ് ഫ്രം വാട്ടർ ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവ. സുവ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന്, ഫിജിയുടെ തലസ്ഥാനമായ സുവയിൽ നിന്ന് 50 മൈൽ സഞ്ചരിച്ചാൽ എവിടെ എത്താൻ പറ്റും? ഈ പറയുന്ന കൻറ്റാവു ഐലൻഡിൽ എത്താൻ പറ്റും. ആൻഡ് ഈസ് ദി ഫിജിയൻ വില്ലേജ് ഓഫ് നമവാന. Then Namana rests at the foot of the beautiful bay adjacent to the government station in Venezua Harbor. നമുവാന എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വില്ലേജാണ് ആ ഫിജി ഗ്രൂപ്പിലുള്ള കൻറ്റാവുയിലുള്ള. അങ്ങനെ അവിടെ അത് പരന്നു കിടക്കുന്നത് എങ്ങനെയാണ്? ഒരു ബ്യൂട്ടിഫുൾ ബേ അഡ്ജസൻറ്റ്, അതിൻ്റെ തൊട്ടടുത്ത് എന്തുണ്ട്? ഒരു ഗവൺമെൻറ് സ്റ്റേഷനുണ്ട്, വെനിസ്യ ഹാർബറിൻ്റെ അടുത്തായിട്ട്. ദി ഐലൻഡ് ഓഫ് കൻറ്റാവു നാരോസ് ഡൗൺ ടു ആൻ ഇസ്തുമസ്. അപ്പോൾ ആ ഐലൻഡ് ഒരു എന്താ പറയുക, ഒരു കൂർത്തണ്ട് ഉള്ള ഒരു ഭൂപ്രകൃതിയാണുള്ളത്. അതായത് രണ്ട് ഭാഗവും വെള്ളം, നടുവിലൂടെ ഒരു റോഡ് പോലെ ഇങ്ങനെ ഒരു കടൽപ്പാലം പോലെ നിൽക്കുന്ന ഒരു ജോഗ്രഫിയാണ് ഈ കൻറ്റാവു ഐലൻഡിനുള്ളത്. ബൈ ക്ലൈംബിങ് ദ ഹിൽ ബിഹൈൻഡ് ദ നമുവാന വില്ലേജ്. അപ്പോൾ ആ നമുവാന വില്ലേജിലുള്ള ആ സ്ഥലത്തിൻ്റെ ബേക്കിൽ ഒരു വലിയ മലയുണ്ട്, ഒരു ഹില്ലുണ്ട്. അവിടെ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് വളരെ രസകരമായ കാഴ്ചകൾ, വൺ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദ സാഡിൽ ആൻഡ് ആ കുന്നിൻ്റെ മുകളിൽ നിന്നാൽ ലുക്ക് ഔട്ട് ടു ദി സീ. നിങ്ങൾ കടലിലേക്ക്, സൗത്തിലേക്കും നോർത്തിലേക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആ നമുവാന വില്ലേജിൻ്റെ പിറകിലുള്ള കുന്ന് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. എ ബ്യൂട്ടിഫുൾ സീനറി. ലെജൻഡ് സേസ് ദാറ്റ്, ഐതിഹ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് ചെയ്തിരുന്നു? ദാറ്റ് ഇൻ ദ ഡേയ്സ് ഗോൺ ബൈ, പണ്ട് കാലത്ത്, ദ വാരിയേഴ്സ് ഓഫ് കൻറ്റാവു, കൻറ്റാവുവിലുള്ള വാരിയേഴ്സൊക്കെ തന്നെ, യോദ്ധാക്കളൊക്കെ തന്നെ സ്ലൈഡ് ദെയർ കാനോസ്, അവരുടെ വഞ്ചികൾ അവരുടെ തോണികളൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? സ്ലൈഡ് ചെയ്തിരുന്നു. ഞാൻ ഈ പറഞ്ഞ കടൽപ്പാലം പോലത്തെ ഭൂപ്രകൃതിയുടെ മുകളിലൂടെ ആ ഇസ്തുമസിൻ്റെ മുകളിലൂടെ അവർ ഞെരക്കി അപ്പുറം കടത്തിയിരുന്നു. കാരണം എന്താ? ഇങ്ങനെ വളഞ്ഞ് ചുറ്റി ചിലപ്പം ദിവസങ്ങളോളം വരേണ്ടതിന് പകരം നല്ല കയ്യൂക്കുള്ള മസിൽമാനായ വാരിയേഴ്സൊക്കെ അവരുടെ വള്ളങ്ങൾ, തോണികളൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് അപ്പുറം ചാടിച്ചിരുന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? to save the long journey around the east and the west of Kantavo Island. Okay, dear students, look at the second paragraph. That is very important point ആണ് അവിടെ പറയുന്നത് കേട്ടോ. The women of Namuana village still preserve a very strange ritual, that of calling turtles from the sea. എന്താണ്? നമുവാന വില്ലേജിലെ സ്ത്രീകൾ ഇന്നും ഒരു പ്രത്യേക ആചാരം പ്രിസർവ് ചെയ്യുന്നുണ്ട്. എന്താണത്? വാട്ട് ഈസ് ദാറ്റ്? പറയൂ. ദാറ്റ് ഈസ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ, കടലിൽ നിന്ന് ആമകളെ വിളിക്കുക. അങ്ങനെ ഒരു ആചാരം ആ നാട്ടിലെ സ്ത്രീകൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ആമകളെ കടലിൽ നിന്ന് വിളിക്കുക എന്നുള്ള ഒരാചാരമാണ് അവർ ചെയ്യുന്നത്. ഇഫ് യു വിസിറ്റ് എ നമുവാന വില്ലേജ് ടു സീ ദ ടേർട്ടിൽ കോളിംഗ്. അപ്പോൾ ടേർട്ടിൽ കോളിങ്ങിന് വളരെ ഫേമസ് ആയ സ്ഥലമാണ് ഇത്, ദി നമുവാന വില്ലേജ്. ഇഫ് യു വിസിറ്റ് ദർ യു ക്യാൻ സീ ദ ടേർട്ടിൽ കോളിംഗ് യുവർ സ്കൂണർ ആങ്കേഴ്സ്. അപ്പോൾ നിങ്ങൾ അതിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പായ്ക്കപ്പലുകൾ നിങ്ങളവിടെ നങ്കൂരമിടണം. ഇൻ എ ബ്യൂട്ടിഫുൾ ബേ, ഈ കടലുടുക്കിൽ നിങ്ങൾ നങ്കൂരമിട്ടിട്ട് റൈറ്റ് അണ്ടർ ദ ക്ലിഫ് ഓഫ് എ റോക്കി ഹെഡ്ലൈൻ. അവിടെ ചുറ്റും ഒരുപാട് പാറകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, കടലിൽ നിന്ന് പാറകൾ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
അവിടെ നിങ്ങളെ പായ്വെള്ളം നിങ്ങൾ നങ്കൂരമിട്ടിട്ട് അവിടെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ കഴിയും. ഏത് കാഴ്ച? ടേർട്ടിൽ കോളിംഗ് കാണാൻ കഴിയും. യു ലാൻഡ് ഓൺ ദ ബീച്ച് ഓർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിൽ നിന്ന് വളരെ ദൂരെ നോക്കാം. ഈദർ സിറ്റ് ഓൺ ദ റോക്ക്, അല്ലെങ്കിൽ പാറയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും അല്ലേ. ഓർ ക്ലൈംബ് പിന്നെ റോക്കി ട്രാക്ക് ടു പോയിന്റ് 150 to 200 ഫീറ്റ് വരെ ഹൈറ്റുള്ള പാറകളാണ് അവിടെ ഉള്ളത്. ഹിയർ യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ. അങ്ങനെ ഒരു സ്പ്ലെൻഡിഡ് വ്യൂ, വളരെ രസകരമായ കാഴ്ച നിങ്ങൾ കാണാം. വിൽ ഫൈൻഡ് അസംബിൾഡ്, എന്താണ്, ഒരുപാട് മെയ്ഡൻസ്, സ്ത്രീകൾ, വളരെ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ, മെയ്ഡൻസ് ഓഫ് ദ വില്ലേജ് ഓഫ് നമുവാന, സിംഗിങ് എ സ്ട്രെയിഞ്ച് സ്റ്റാൻഡ്. അവരൊരു പ്രത്യേക മന്ത്രങ്ങൾ ഇങ്ങനെ പാടും. ഒരു മന്ത്രം അവരിങ്ങനെ ഉരുവിടുന്നതിനനുസരിച്ച്, പ്രത്യേക ഈണത്തിൽ പാടാൻ പറ്റുന്ന ഒരു മന്ത്രം അവരിങ്ങനെ ചൊല്ലുന്നതിനനുസരിച്ച്, ദേ ആർ സിംഗിങ് എ സ്ട്രെയിഞ്ച് സ്റ്റാൻഡ്. ആസ് ദ ചാൻറ്റ്, ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി, അങ്ങനെ വളരെ കെയർഫുള്ളി ആയിട്ട് നിങ്ങൾ അവർ പാടുന്ന ദിശയിലേക്ക്, കടലിലേക്ക് ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കിയാൽ, ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി ഡൗൺ ഇൻ ടു ദ വാട്ടർ ഓഫ് ദ ബേ, യു വിൽ സീ വാട്ട് ഗിയൻഡ് ടേർട്ടിൽസ്, വലിയ വലിയ ആമകൾ, റൈസ് വൺ ബൈ വൺ, അല്ലെ, ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ സർഫേസിലേക്ക് ഉയർന്നു വരുന്ന കാണാം. കടലിൻ്റെ സർഫേസിലേക്ക്, അവരുടെ പാട്ടിൻ്റെ ദിശയിലേക്ക് ആമകൾ ഇങ്ങനെ വരുന്നത് കാണാം. ലിസണിങ് ടു ദ മ്യൂസിക്, എന്ത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ആമകൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ പുറമേക്ക് ഇങ്ങനെ വരുന്നത്? ഈ സ്ത്രീകളുടെ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നതായിട്ട് കാണും. ഇതാണ് ഇവർ ഇന്നും ആചരിക്കുന്ന ഒരു അനുഷ്ഠാനം. എവിടെയുള്ളത്? നമുവാന വില്ലേജിൽ. അപ്പോൾ എന്താണ് സ്പെഷ്യൽ റിച്വൽ എന്ന് വെച്ചാൽ എന്ത് പറയാം? കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദി സീ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് പേജിൻ്റെ ലാസ്റ്റ് കാണാം. അപ്പോൾ എന്താണ് അവിടെ സംഭവം? അങ്ങനെ ആമകൾ വരുന്നു എന്നുള്ളതാണല്ലേ. ദിസ് ഈസ് നോട്ട് എ ഫെയറി ടെയിൽ. ഇതൊരു വെറും കെട്ടുകഥയൊന്നുമല്ല, ഒരു കെട്ടുകഥയൊന്നുമല്ല സംഭവം. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ്. ഇത് ശരിക്കും സംഭവിക്കുന്നതാണ്. ഇവരെ പ്രത്യേകം മ്യൂസിക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചാന്ത് ചെയ്യുന്ന സമയത്ത് ആമകൾ വരുന്നുണ്ട്. ആൻഡ് ദ വാട്ടർ ഇൻ ദ സീ ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. ആ പ്രത്യേക സ്ഥലം, അവർ ഈ ആചാരം ചെയ്യുന്ന പ്രത്യേക സ്ഥലത്ത്, ആമകൾ വിളിക്കുന്ന സ്ഥലത്ത് ഫിഷിംഗ് ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. കാരണം ആമകൾ വരുന്ന സമയത്ത് ആമകളും വലയിൽ പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദാറ്റ് ഏരിയ ഈസ് ഫോർബിഡൻ ഫോർ ഫിഷിംഗ്. അനദർ ഇൻട്രസ്റ്റിംഗ് സൈഡ് ലൈൻ, മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണ്? ടു ദിസ് പെർഫോമൻസ്, ഈ പെർഫോമൻസ്, ആമകൾ വരുന്ന ഈ സംഭവങ്ങൾ, ഈസ് ദാറ്റ് ഇഫ് എനി മെമ്പർ ഓഫ് ദ നിയർ ബൈ വില്ലേജ് ഓഫ് നെബുക്കലേവോ ഈസ് പ്രസൻറ്റ്. ഈ നമുവാന വില്ലേജിനോട് തൊട്ടടുത്തുള്ളൊരു വില്ലേജാണ് നെബുക്കലേവു വില്ലേജ്. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു മെമ്പർ അവിടെ ഉണ്ടെങ്കിൽ, ആമകളെ വിളിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ, ദെൻ ദ ടേർട്ടിൽസ് വിൽ നോട്ട് റൈസ് ടു ദ സർഫേസ് ഓഫ് ദ ബേ. ആ കടലിടുക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് എന്ത് വരികയില്ല? ആമകൾ വരികയില്ല. അത് അതിലും വളരെ രസകരമായൊരു സംഭവമാണ്. എന്തുണ്ടെങ്കിൽ, തൊട്ടടുത്ത വില്ലേജിലുള്ള ഒരു മെമ്പർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, അല്ലെ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ആമകൾ വരില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ ടേർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബാൻഡൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചടങ്ങ് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ടേർട്ടിൽ കോളിംഗ് അവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ആസ് ഇസ് യൂഷ്വലി ദ കേസ് വിത്ത് സ്ട്രേഞ്ച് സെറിമണീസ് ആൻഡ് കസ്റ്റം. നമുക്കറിയാം എല്ലാ ആചാരങ്ങളും, അല്ലേ, നമ്മൾ പിന്നെ പരിചയമുള്ള എല്ലാ ആചാരങ്ങളും നമ്മളെ ഈ പാരമ്പര്യമായിട്ട് നമുക്കിങ്ങനെ കിട്ടുന്നതാണ്, അല്ലേ. നമ്മളെ ഫാദറിൻ്റെ ഫാദർ ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നതാണ്. ഇതുപോലെയാണ് ഇവിടെയും സംഭവം. ഇൻ ഫിജി ദ ടേർട്ടിൽ കോളിംഗ് ഈസ് ബേസ്ഡ് ഓൺ ആൻ ആൻഷ്യൻ ലെജൻഡ്, അല്ലേ. ഒരു പ്രത്യേക ലെജൻഡിൻ്റെ ബേസിലാണ് ഈ റിച്വൽ അവിടെ നടത്തുന്നത്. ഈ ടേർട്ടിൽ കോളിംഗ് നടത്തുന്നത് ഒരു ഐതിഹ്യത്തിൻ്റെ പിറകിൽ, അല്ലെ. നമ്മൾ ഓണം, വിഷു കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ പിന്നിൽ, സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു ലെജൻഡ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഈ റിച്വൽ ഇവിടെ നടത്തുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ഐതിഹ്യം ഉണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്, അല്ലേ, അതിനെ പിന്തുടർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ടേർട്ടിൽ കോളിംഗ് ഇവിടെ നടത്തുന്നത്. സ്റ്റിൽ പാസ്ഡ് ഓൺ ഫ്രം ഫാദർ ടു സൺ. അത് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പാസ് ചെയ്ത് പുതിയ തലമുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്നും നമുക്ക് അവിടെ പോയാൽ ഈ ആമകളെ വിളിക്കുന്ന സംഭവങ്ങൾ കാണാൻ കഴിയും. എമംഗ് ദി ഫിജിയൻ പീപ്പിൾ ഓഫ് കൻടാബു, അല്ലേ. കൻടാബുവിലെ ഫിജിയൻ പീപ്പിളിൻ്റെ ഇടയിൽ ഇന്നും അതൊരു സംഭവം ആണ്. ഇന്നും അതൊരു റിച്വലാണ്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ പിറകിലെന്തുണ്ട്? ഒരു ലെജൻഡ് ഉണ്ട്. അപ്പോൾ എല്ലാ റിച്വലിൻ്റെ പിറകിൽ നമുക്കൊരു ലെജൻഡ് കാണാൻ കഴിയും. ഇവിടെ എന്താണ് ആ ലെജൻഡ്? നോക്കൂ. ഇങ്ങനെ ആമകൾ വിളിക്കുമ്പോൾ വരാനുള്ള കാരണം എന്താണ്? ആരാണ് ഈ വരുന്നത്, അല്ലേ? എന്തുകൊണ്ട് നമുക്കലേവ് വില്ലേജിലുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ആമകൾ വരുന്നില്ല? ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെ അറിയാനുള്ള വളരെ താല്പര്യം നമുക്ക് ഉണ്ടാകും. അത് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ.
ഡിയർ സ്റ്റുഡൻസ്, നമുക്കറിയാം ഒരു ലെജൻഡ് ഒരു കഥകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് രീതി ഉണ്ടല്ലേ. ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പിന്നിൽ നമ്മൾ പറയാറുണ്ട്, പണ്ട് പണ്ട് കാലത്ത് മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചിരുന്നു. ഇതുപോലെ ഇവിടെയും ഇതിൻ്റെ പിന്നിൽ ലെജൻഡ് പറയുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ട്യൂണ് മനസ്സിലാക്കുക. മെനി മെനി ഇയേഴ്സ് എഗോ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇതിന് സമാനമായ ഏതെങ്കിലും റിച്വൽ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി എക്സാമിന് ചോദിക്കും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫിജിയൻ ഐലൻഡിലുള്ള സ്പെഷ്യൽ റിച്വൽ പോലെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും റിച്വൽ ഉണ്ടോ, അതിൻ്റെ പിന്നിലുള്ള ലെജൻഡ് എഴുതാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ സെയിം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടേർട്ടിൽ കോളിങ് അല്ലെങ്കിൽ ടേർട്ടിൽസ് വരാനുള്ള കാരണം എന്താണ് എന്നുള്ള കാരണം, അങ്ങനെ അതിനുള്ള പിന്നിലുള്ള ലെജൻഡാണ് പറയുന്നത്. എന്താണ് സംഭവം? അതാണ് ഇനി ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്നത്. മെനി ഇയേഴ്സ് അഗോ ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാന ഓൺ ദി ഐലൻഡ് ഓഫ് കൻടാബു ഐലൻഡിൻ്റെ നമുവാന വില്ലേജിൽ വർഷങ്ങൾക്ക് മുമ്പേ എന്തുണ്ടായിരുന്നു? ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസ് കോൾഡ് ടിനൈക്കബോഗ എന്ന് പറയുന്ന അതീവ സുന്ദരിയായ ഒരു പ്രിൻസ് ഉണ്ടായിരുന്നു. ഹു വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ് ഓഫ് നമുവാന വില്ലേജ്. നമുവാന വില്ലേജിലെ മൂപ്പൻ്റെ ഭാര്യയായിരുന്നു അവൾ. ടിനൈക്കബോഗ ഹാഡ് എ ചാമിങ് ഡോട്ടർ കോൾഡ് റൊഡാലിസ്. അങ്ങനെ ടിനൈക്കബോഗക്ക് അതുപോലെ തന്നെ അതിലും സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേരെന്താണ്? റൊഡാലിസ് എന്നായിരുന്നു പേര്. ആൻഡ് ദ ടു വിമൻ ഓഫൺ വെൻറ്റ് ഫിഷിംഗ് ഓൺ ദ റീഫ്സ് അറൗണ്ട് ദെയർ ഹോം. അവരുടെ വീടിന് ചുറ്റുമുള്ള, ഇവരൊരു ഐലൻഡിലാണ് താമസം, അപ്പോൾ അതിന് ചുറ്റുമുള്ള ഈ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഈ ഐലൻഡിൽ ഇവർ ചൂണ്ടയിടാൻ പോകുമായിരുന്നു. ഫിഷിങ്ങിന് വേണ്ടി എല്ലാ ദിവസവും പോകാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു. അങ്ങനെ എന്ത് സംഭവിച്ചു? വൺസ് എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ടിനൈക്കബോഗ ആൻഡ് റൊഡാലിസ് വെൻറ്റ് ഫർദർ അഫീൽഡ് ദാൻ യൂഷ്വൽ. ഒരു ദിവസം പതിവ് പോലെ പോകുന്നതിനേക്കാണ് കുറച്ച് കൂടുതൽ ഒരു സ്ഥലത്തേക്ക് വലിയ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് കൂടുതൽ മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. ദേ വെയ്ഡഡ് ഔട്ട് ഇൻ ടു ദ സബ്മേർജ്ഡ് റീഫ്സ് വിച്ച് സ്ട്രെച്ചഡ് ഔട്ട് ഫ്രം ദ റോക്കി ഹെഡ്ലൈൻ. അങ്ങനെ ഒരു റോക്കി ഹെഡ്ലൈനുള്ള സ്ഥലത്തേക്ക് പതിവിലും കൂടുതലായ ഏരിയയിലേക്ക് ഇവർ ഈ ചൂണ്ടയിടുന്നതിൻ്റെ ഇതിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് നീങ്ങി. ടു ദ ഈസ്റ്റ് ഓഫ് ദ വേ ഓൺ വിച്ച് നമുവാന വില്ലേജ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഹെഡ്ലൈനിലേക്ക് ഇവർ എത്തിപ്പെടുന്നു. ഒരു റോക്കി ആയിട്ടുള്ള ഹെഡ്ലൈനിലേക്ക് ഇവർ എത്തിപ്പെടുന്നു. അങ്ങനെ ദേ ബിക്കെയിം സോ എൻഗ്രോസ്ഡ് വിത്ത് ദെയർ ഫിഷിംഗ്. അങ്ങനെ വീണ്ടും അവർ ഫിഷിങ്ങിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദാറ്റ് ദേ ഡിഡ് നോട്ട് നോട്ടീസ്, അവർ ശ്രദ്ധിച്ചില്ല അല്ലേ, ആ ഫിഷിങ്ങിൻ്റെ ഇടയിൽ അവർ ശ്രദ്ധിക്കാതെ പോയി. എന്ത്? ദ സ്റ്റീൽത്തി അപ്രോച്ച് ഓഫ് ദ ഗ്രേറ്റ് വാർക്കാനോ. ഒരു ഗ്രേറ്റ് വാർക്കാനോ അവരെ അടുത്തേക്ക് വരുന്നത്, കാനോ എന്ന് വെച്ചാൽ ഒരു വള്ളം, ഒരു തോണിയാണ്. ഗ്രേറ്റ് വാർ, കുറച്ച് വലുപ്പമുള്ള ഒരു കാനോ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഫീൽഡ് വിത്ത് ഫിഷർമെൻ. അതിൽ നിറയെ ആരായിരുന്നു? ഫിഷർമെൻ ആയിരുന്നു. ഒരു ഗ്രേറ്റ് വാർ കാനോയിൽ നിറയെ ഫിഷർമാൻ വരികയാണ്. ഒരുപാട് ഫിഷർമാൻ ആയിരുന്നു അതിലുണ്ടാകുന്നത്. ഫ്രം ദ നിയർ ബൈ വില്ലേജ് ഓഫ് നബുക്കളേവു. എവിടെയുള്ളവരാണത്? ഈ നമാന വില്ലേജിൻ്റെ തൊട്ടടുത്തുള്ള നബുക്കളേവു വില്ലേജിലുള്ള ആൾക്കാരാണ് അതിലുണ്ടായിരുന്ന ഫിഷർമാൻ, വളരെ ക്രൂരന്മാരായ ഫിഷർമാൻ. ദിസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് എ മൗണ്ട് വാഷിങ്ടൺ. അങ്ങനെ ആ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് വാഷിങ്ടണിൻ്റെ ഷാഡോയിലാണ്. ഹയസ്റ്റ് മൗണ്ടൻ, കണ്ടാബു ഐലൻഡിലെ ഏറ്റവും വലിയ ഒരു മൗണ്ടെയിനാണ് ഏത്? മൗണ്ട് വാഷിങ്ടൺ. അതിൻ്റെ ഷാഡോയിലാണ് ഏത് വില്ലേജസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നബുക്കളേവ് വില്ലേജ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ മലയുടെ മറുവശത്തോടെ കറങ്ങി അവർ വന്നത് ഇവർ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയാനാണ് ആ ജോഗ്രഫി അവിടെ പറയുന്നത്. ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ കൻടാബു ഐലൻഡ്. ടുഡേ മൗണ്ട് വാഷിങ്ടൺ ഈസ് വെൽ നോൺ ടു മറൈനേഴ്സ്. ഇന്നും ആ മൗണ്ട് വാഷിങ്ടൺ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ പോയാൽ അവിടെ എന്ത് കാണാം? ടു മറൈനേഴ്സ് ബിക്കോസ് ദർ ഇസ് എ സ്പ്ലെൻഡിഡ് ലൈറ്റ് ഹൗസ്. അവിടെ വലിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. കാരണം എന്താ? ഈ മൗണ്ട് വാഷിങ്ടൺ ചുറ്റും വലിയ വലിയ പാറകളാണുള്ളത്. ഈ കടലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന റോക്കി ഹെഡ്ലൈൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് ഹൗസ് കൊടുക്കുന്നത്, അവിടെ ഈ മറൈനേഴ്സ്, കപ്പൽ യാത്രക്കാരൊക്കെ വരുമ്പോൾ അവിടെ ലൈറ്റ് കത്തും. അവിടെ ഡേഞ്ചറായൊരു സ്ഥലമാണെന്ന് അറിയാൻ വേണ്ടി അവിടെ നിങ്ങൾക്ക് ഒരു ലൈറ്റ് കാണാൻ പറ്റും. വാമിങ് ദം ഫോർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റ് ലൈൻ അല്ലേ. കോസ്റ്റ് ലൈന് റോക്കി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡേഞ്ചർ എന്നുള്ള നിലക്ക് അവിടെ ആ മൗണ്ട് വാഷിങ്ടൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു ലൈറ്റ് ഉണ്ട്. അങ്ങനെ എന്താ സംഭവിച്ചെന്ന് നോക്കുക. നെക്സ്റ്റ് വൺ സ്റ്റുഡൻസ്. അങ്ങനെ ഇവരോട് ചൂണ്ടയിടലിൽ മുഴുകിയ
ട്വിനൈക്കബോഗയും റൊഡാലിസും ഇവരുടെ വരവ് ശ്രദ്ധിച്ചില്ല. ഫിഷർമാൻ്റെ വരവ് അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. സഡൻലി ദ ഫിഷർമാൻ ലീപ്റ്റ് ഫ്രം ദർ കാനോ. പെട്ടെന്ന് തന്നെ ഒരു കാനോയിൽ നിന്ന് അവരെന്ത് ചെയ്തു? ചാടി. ആൻഡ് സീസ്ഡ് ദ ടു വിമൻ. അങ്ങനെ ഈ രണ്ട് പേരെയും, ഈ രണ്ട് സ്ത്രീകളെയും, റൊഡാലിസിനെയും ട്വിനൈക്കബോഗയും ഈ ഫിഷർമാൻ പിടിച്ചു. ബൗണ്ട് ദർ ഹാൻഡ്സ്. അവരുടെ കൈയും കാലൊക്കെ കെട്ടി. ആൻഡ് ഫീറ്റ് വിത്ത് വൈൻ. മുന്തിരി വള്ളികൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടി. ടോസ്ഡ് ദം ഇൻ ടു ദ ബോട്ടം ഓഫ് ദ കാനോ. അങ്ങനെ അവരുടെ കാനോയിലേക്ക് അവരിട്ടു. ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ് ഫോർ ഹോം. അങ്ങനെ ഇവരെ കിട്ടിയ ആ ധൃതിയിൽ അവർ വേഗം വീട് അണയാൻ വേണ്ടി ശ്രമിച്ചു. ഫിഷർമാൻ പെട്ടെന്ന് വീട്ടിലേക്ക് കുതിച്ചു ഈ അവരുടെ കാനോയിൽ. ഓൾദോ ദി വിമൻ പ്ലീഡഡ് ഫോർ ദെയർ ലൈഫ്സ്. അങ്ങനെ ഒരുപാട് അവർ കേണപേക്ഷിച്ചു, യാചിച്ചു, ഞങ്ങളുടെ വിടു, ലീവ് മീ ഓർ ലിവസ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ദ ക്രൂവൽ വാരിയേഴ്സ് ഫ്രം നെബുക്കലേവിലെ ഈ ക്രൂവൽ വാരിയേഴ്സ് ഡിഡ് നോട്ട് ലിസൺ. അങ്ങനെ അവരുടെ ഡിഡ് നോട്ട് ലിസൺ ടു ദർ എൻട്രീറ്റീസ്. അവരുടെ എൻട്രീറ്റീസ്, അവരുടെ പ്ലീഡിങ്, അവരുടെ റിക്വസ്റ്റ്, ഏണസ്റ്റ് റിക്വസ്റ്റ് എന്ത് ചെയ്യില്ല, ചെവി കൊണ്ടില്ല. അങ്ങനെ ഇവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ദ ഗോഡ്സ് ഓഫ് ദ സീ ഹവർ കൈൻഡ്. അങ്ങനെ കടൽ ദേവത, വളരെ കൈൻഡായ കടൽ ദേവത. സൂൺ ഗ്രേറ്റ് സ്റ്റോം എറൗസ്. വലിയ കാറ്റുകൾ അവിടെ ഉണ്ടാക്കി. നടുക്കടലിൽ വലിയ കാറ്റിനെ സൃഷ്ടിച്ചു. ദ ഗ്രേറ്റ് സ്റ്റോം അറൗസ് ആൻഡ് ദ കാനോ വാസ് ടോസ്ഡ് അബൌട്ട്. അങ്ങനെ കാനോ ഇങ്ങനെ ആടി ഉലയാൻ വേണ്ടി തുടങ്ങി. അവരുടെ വള്ളം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ വലിയ തിരമാലയിലും കാറ്റിലും ഇങ്ങനെ ടോസ് ചെയ്യാൻ തുടങ്ങി. ബൈ ഹ്യൂജ് വേവ്സ്. വലിയ വലിയ തിരമാലകൾ വന്നു. വിച്ച് ഓൾമോസ്റ്റ് സ്വാംപ്ഡ് ഇറ്റ്. ഈ അവരുടെ കാനോയെ മുക്കുന്ന രൂപത്തിലേക്ക്. കാനോയിലൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു. ഏത് സമയത്തും കാനോ മുങ്ങുന്നുള്ള അവസ്ഥയിൽ കടൽ കോപിച്ചു. വലിയ കാറ്റും മഴയും വന്നു. ആസ് ദ കാനോ ഫൗണ്ടേഡ് ഇൻ ദ സീ. അല്ലെ, കാനോ ഏകദേശം മുങ്ങി എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ദ ഫിഷർമാൻ അസ്റ്റോൺ ടു നോട്ടീസ്. അങ്ങനെ അവരുടെ കാനോയിലേക്ക് നോക്കിയ സമയത്ത് they were astounded, they were amazed to notice that. എന്താ അവർ കണ്ടത്? അത്ഭുതപ്പെട്ടു അവർ നോക്കിയപ്പോൾ. എന്താണ്? the two women lying in the water in the hold of the cano. ഈ കാനോയിലുണ്ടായിരുന്ന സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാഡ് സഡൻലി ചേഞ്ച്ഡ് ഇൻ ടു ടേർട്ടിൽസ്. വലിയ രണ്ട് ആമകളായി അവർ മാറിയിരിക്കുന്നു. എന്നിട്ട് അവരിങ്ങനെ ഈ തോണി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ആട്ടി ഒലിച്ചു കൊണ്ടിരിക്കുന്നു. ടു സേവ് ദർ ലൈവ്സ്. അങ്ങനെ തടി രക്ഷപ്പെടാൻ വേണ്ടി ഈ കപ്പലിലെ ഫിഷർമാൻ എന്ത് ചെയ്യുന്നു? ദ മെൻ സീസ്ഡ് ആൻഡ് ത്രൂ ദം ഇൻ ടു ദി സീ. അവരെ രണ്ട് ആമകളെയും പിടിച്ച് കടലിലേക്ക് അവർ എറിയുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി ഫിഷർമാൻ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് വലിയ ആമകളെയും പിടിച്ചിട്ട് ഒരു കടലിലേക്ക് എറിയുന്നു. അപ്പോൾ ആ റൊഡാലിസും ട്വിനൈക്കബോഗയും പെട്ടെന്ന് എന്തായി മാറുകയാണ്? ടേർട്ടിൽസായി മാറുകയാണ്. ഡിയർ സ്റ്റുഡൻസ്, അതിനെന്ത് സംഭവിച്ചു? ആസ് ദ സ്ലിപ്പ്ഡ് ഓവർ ദ സൈഡ് ഓഫ് ദ കാനോ. അങ്ങനെ ഇവരെ രണ്ട് ആമകളെയും പിടിച്ച് കടലിൽ ഇട്ടതോടുകൂടി ദ വെദർ ചേഞ്ച്ഡ്. അല്ലേ, ആ കോപിച്ചിരുന്ന കാലാവസ്ഥ എല്ലാം മാറി. ദ വാസ് നോ മോർ വേവ്സ്. ആ വലിയ തിരമാലകളൊക്കെ അടങ്ങി നോർമൽ ക്ലൈമറ്റിലേക്ക് വരികയാണ്. ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക്? നെബുക്കലേബു വില്ലേജിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമകൾ വരാത്തതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ദ നെബുക്കലേബു ഫിഷർമാൻ കണ്ടിന്യൂഡ് ദെയർ ജേണി ബാക്ക് ടു ഹോം വില്ലേജ്. അങ്ങനെ ആ പേടിച്ചരണ്ട നെബുക്കലേബു വില്ലേജിലെ ഫിഷർമാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. അവരാകെ പേടിച്ചു പോയി ഇരിക്കുന്നു. ആൻഡ് ദ ടു വുമൺ ഫ്രം നമുവാന ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ടു ടേർട്ടിൽസ്. വെരി ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് നോട്ടീസ് ദി സെൻറ്റൻസ്. ദി ടു വുമൺ, അവൻ നമുവാന വില്ലേജിലെ ആ രാജ്ഞിയും മകളും ആമകളായി മാറിയിട്ടുള്ള അവരെന്ത് ചെയ്തു? ലിവ്ഡ് ഓൺ ദി വാട്ടർ ഓഫ് ദി ബേ. ആ ബേയിലെ വാട്ടർ ലെവൽ കാലാകാലങ്ങളായി ജീവിച്ചു. അല്ലേ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് ദർ ഡിസെൻഡൻറ്റ്. അവരുടെ ന്യൂ ജനറേഷനാണ്, യങ്ങർ ജനറേഷനാണ് ടുഡേ, ഇന്ന് എന്ത് ചെയ്യുന്നത്? ഹു റൈസ് ഫ്രം ദി വാട്ടർ. അല്ലേ, വാട്ടറിൽ നിന്ന് പൊങ്ങി ഇങ്ങനെ വരുന്നത്. എപ്പോൾ? വെൻ ദ മെയ്ഡൻസ് ഓഫ് ദെയർ ഓൺ വില്ലേജ്. അവരുടെ സ്വന്തം നാട്ടിലെ അവരുടെ പ്രജകളായ അല്ലേ സ്ത്രീകൾ വിളിക്കുന്ന സമയത്ത്, അവർ പ്രത്യേക മന്ത്രം ചൊല്ലുന്ന സമയത്ത് മുകളിലേക്ക് വരുന്ന ആമകളൊക്കെ ആരാണ്? അന്ന് ആമകളായി മാറിയ റൊഡാലിസിൻ്റെയും ട്വിനൈക്കബോഗയുടെയും
പുതിയ പുതിയ തലമുറകളാണ്. when the maidens of their own village sing song to them from the cliffs. ദി ട്രാൻസ്ലേഷൻ ഓഫ് ദ സ്ട്രേഞ്ച് സോങ്. അപ്പോൾ അവർ പാടുന്ന പാട്ട്, ആമകളെ വിളിക്കാൻ സമയത്ത് അവർ പാടുന്ന പാട്ട് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് അല്ലേ. ഫിജിയിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല. അപ്പോൾ അവർ പാടുന്ന പാട്ടിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ. വിച്ച് ഈസ് ചാന്ദ്ര ഓൺ ദ സച്ച് ഒക്കേഷൻ ആസ് ഫോളോസ്. എന്താ അതിൻ്റെ മീനിങ്? ദ വിമൻ ഓഫ് നമാന ആർ ഓൾ ഡ്രസ്ഡ് ഇൻ മോർണിംഗ് അല്ലേ. അവർ എന്ത് ഡ്രസ്സാണ് അവരിട്ടിരിക്കുന്നത്? കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഈ ഒരേ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഈ ആമകളെ വിളിക്കുന്നത്. എന്താ കറുത്ത ഡ്രസ്സ് ഇടാനുള്ള കാരണം? അവർക്ക് വിഷമമാണ് അല്ലേ. അവരുടെ പ്രിൻസും പിന്നെ മകളുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അല്ലേ. അവരെ കാണാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അല്ലേ. അവരെ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ദുഃഖമുള്ള ഒരു ദുഃഖാചരണത്തിൻ്റെ ഒരു സമയമായതുകൊണ്ടാണ് അവർ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പിന്നെ കാലാകാലങ്ങളിലായിട്ട് അവർ ഈ ആമകളെ വിളിച്ചിരുന്നത്. ദ വുമൻ ഓഫ് നമാന ആൾ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്. ദുഃഖാചരണം എന്നാണ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടോ. മോർണിംഗ് എന്നുള്ള രാവിലെ എന്നുള്ളതല്ല, MOUR, നോട്ട് ദ സ്പെല്ലിംഗ്. ഈച്ച് carries എ സീക്രട്ട് ക്ലബ് ഈച്ച് tattooed ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. ഇവരുടെ ഇതിങ്ങനെ ആമകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവരുടെ കയ്യിൽ ഒരു വടിയുണ്ട്, ഒരു അലങ്കരിച്ച വടി. സീക്രട്ട് ക്ലബ് ഈച്ച് ഓരോന്നിൻ്റെ മുകളിലും അവരെന്തോ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടാറ്റൂ ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രേഞ്ച് പാറ്റേണിൽ അവർ പ്രത്യേക കൊത്തുവരകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുറിയ വടികളുണ്ട് ഇത് വിളിക്കുന്നവരുടെ എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും. എന്തായാലും പാടുന്ന മന്ത്രത്തിൻ്റെ മീനിങ്, ഡു ദ സർഫേസ് റൊഡാലിസ് സോ വി മേ ലുക്ക് അറ്റ് യു. പ്രിയ റൊഡാലിസെ, കടന്നു വരൂ, ഞങ്ങൾ നിന്നെ ഒരു നോക്കു കാണട്ടെ. നിങ്ങൾ മുകളിലേക്ക് വരൂ, ഞങ്ങൾ നിങ്ങളൊന്ന് കാണട്ടെ. ഡു റൈസ് ദ സർഫേസ്, മുകളിലേക്ക് കടന്നു വരൂ. ടിനൈക്കബോഗ സോ വി മേ ആൾസോ ലുക്ക് അറ്റ് യു, ഞങ്ങൾ നിങ്ങളെ ഒന്ന് കാണട്ടെ, ഒരു നോക്ക് കാണട്ടെ, മുകളിലേക്ക് കടന്നു വരൂ. ഇതാണ് ആ നാട്ടിൽ അവർ പാടുന്ന പാട്ടിൻ്റെ ചാന്തിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് അവിടുത്തെ നാട്ടിൽ. ആ ഭാഷയിലല്ല അവർ പാടുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്ത് എന്തൊക്കെയാണത്? ഡു റൈസ് ടു ദ സർഫേസ് റൊഡാലിസ് സോ വി മേ ലുക്ക് അറ്റ് യു. ഡു റൈസ് ടു ദ സർഫേസ് ചിനൈക്കബോഗ സോ വി മേ ആൾസോ ലുക്ക് അറ്റ് യു. അല്ലേ, ഞങ്ങൾ ഇത്രയും കൊതിയോടെ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ പണ്ടത്തെ റൊഡാലിസിനെയും ചിനൈക്കബോഗയും കടന്നു വരും, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ആമകളിങ്ങനെ മുകളിലേക്ക് വരുന്നതായിട്ട് കാണാം. യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദ ലെജൻഡ്. ഒരു പക്ഷേ നിങ്ങൾ കേൾക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അല്ലേ, ഇങ്ങനെ കടലിലേക്ക് നോക്കി സ്ത്രീകൾ പാട്ട് പാടും ആമകൾ വരുമോ എന്നൊക്കെയുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ബട്ട് യു കനോട്ട് ഡൗട്ട് ദ ഫാക്ട് ദാറ്റ് ദ ചാന്തിങ് ഓഫ് ദി സ്ട്രേഞ്ച് സോങ് ഡസ്. ഏതായാലും ഇവർ ഈ പാട്ട് പാടുന്ന ടൈമിൽ, ഇവർ ഈ മ്യൂസിക് ചെല്ലുന്ന സമയത്ത്, ഇൻ ഫാക്ട് ദ ജയന്റ് ടേർട്ടിൽസ് ടു ദ സർഫേസ് ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് ഓഫ് ദ ബേ. ഈ ബേയിൽ നിന്ന്, ബ്ലൂ വാട്ടേഴ്സിൽ നിന്ന് ആമകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊരു ഫാക്റ്റാണ് എന്ന് പറയുകയാണ്. നിയർ നമുവാന വില്ലേജ് ഓൺ ദ ഐലൻഡ് ഓഫ് കൻടാബു അല്ലേ. കൻടാബു ഐലൻഡിലെ നമുവാന വില്ലേജിൽ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ തന്നെ സാധിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ ഈ പാട്ട് പാടുന്ന സമയത്ത്, ചാന്ത് ചെയ്യുന്ന സമയത്ത് ആമകൾ വരുന്നുണ്ടെന്നുള്ളതൊക്കെയാണ് ലെജൻഡ് എന്നുള്ളതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരാനുള്ള റീസൺ ആണ് നമ്മളിവിടെ ഈ ഒരു കഥയായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏത് ഒരു റിച്വലും വളരെ സ്ട്രെയിഞ്ച് ആയിരിക്കും അല്ലേ. ഒരു റിച്വൽ സ്ട്രെയിഞ്ച്. അപ്പോൾ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന ഒരു സ്ട്രെയിഞ്ച് റിച്വലാണ് അല്ലേ. ഓണത്തിന് പൂവിടുന്നതും ഈ പൂക്കളം ഇടുന്നതും ഒക്കെ ഒരു സ്ട്രെയിഞ്ച് റിച്വൽ. ഓരോ നാട്ടിലെയും റിച്വൽ സ്ട്രെയിഞ്ച് ആയിരിക്കും. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഈ ബീച്ചിൽ നിന്ന് ആമകളെ വിളിക്കുന്ന ഒരു റിച്വൽ വേറൊരു നാട്ടിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈച്ച് റിച്വൽസ് ആർ വെരി സ്ട്രെയിഞ്ച്. അപ്പോൾ ഈ ഓരോ റിച്വലിൻ്റെ പിറകിലും ഒരു ലെജൻഡ് ഉണ്ടാകും. എല്ലാ റിച്വൽ, ഇപ്പോൾ വിഷു കഴിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ലെജൻഡ് ഉണ്ട്. ദീപാവലി ഇതിൻ്റെ പിന്നിൽ ഒരു ലെജൻഡ് ഉണ്ട്. അപ്പോൾ ദീപാവലിക്ക് നമ്മൾ പിന്നെ കമ്പിത്തിരി കത്തിക്കുന്നതും വെളിച്ചമുണ്ടാക്കുന്നതും അങ്ങനെ പലതിൻ്റെ കീഴിൽ നമുക്കൊരു ഒരു ലെജൻഡ് കാണാൻ കഴിയും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഓണത്തിന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, ഓണത്തിന് പൂവിടുന്നു അല്ലേ. ഇതൊക്കെ നമുക്കറിയാം. ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഭരണാധികാരിയായ മഹാബലി കേരളം ഭരിച്ചിരുന്ന സമയത്ത് അല്ലേ, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് മഹാബലി ഭരിച്ചിരുന്നത് അസൂയ പോകണ്ട അല്ലേ. വാമനൻ ആരാധന ചെയ്യാൻ വേണ്ടി 3 അടി മണ്ണ് വേണമെന്ന് പറയുകയും അങ്ങനെ ഇത് അനുവദിച്ചപ്പോൾ, ഗ്രാൻഡായ ജനറസായ കൈൻഡായ മഹാബലി ഇത് മണ്ണ് അനുവദിച്ച സമയത്ത്
അനുവദിച്ചതിന് ശേഷം ഈ വാമനൻ വലുതാവുകയും വാനമുട്ട വലുതാവുകയും അങ്ങനെ അളന്നെടുത്തപ്പോൾ ഭൂമിയും ആകാശമൊക്കെ കഴിഞ്ഞു പോവുകയും പിന്നീട് മൂന്നാമത്തെ അടി ഞാൻ എവിടെ നിന്ന് അളന്നെടുക്കും ചോദിച്ച സമയത്ത് എൻ്റെ തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് ഇത് ഒരവസരം മുതലാക്കി നമ്മുടെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കൈൻഡായിട്ടുള്ള നല്ലൊരു ഭരണാധികാരി വർഷത്തിലൊരിക്കൽ ഞങ്ങൾ കാണാൻ വരും എന്നുള്ള ഒരു ഒരു എന്താണ് വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതും നല്ല പൂവിടുന്നതും നല്ല വസ്ത്രം അണിഞ്ഞൊരുക്കൊണ്ട് മഹാബലിയെ കാത്തിരിക്കുന്നു. അപ്പോൾ ആ ഓണം എന്ന് പറയുന്ന റിച്വൽ സെലിബ്രേഷൻ്റെ പിന്നിൽ ഒരു ലെജൻഡ് ഉണ്ട്. അതുപോലെ ഒരു ദീപാവലിയുടെ പിന്നിൽ ലെജൻഡ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഈ പറയപ്പെടുന്ന വിഷു അല്ലേ, മറ്റുള്ള പല സംഭവങ്ങളുടെ പിന്നിൽ ലെജൻഡ് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നിങ്ങളോട് ഏതെങ്കിലും ഒരു ലെജൻഡ് എഴുതാൻ വേണ്ടി പറയും. ദാറ്റ് ഈസ് വെരി ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാം. പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.